നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ തിരുവനന്തപുരം സന്ദർശനം BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും അഭ്യുദയകാംക്ഷികളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അവർക്ക് വളരെയധികം ആവേശം പകരുന്ന വാർത്തയുമാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വരവിൽ കേരളം മുഴുവൻ കാതോർത്തിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നാളെ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്ന നരേന്ദ്രമോദിയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിലാണ്. രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയുടെ വിലയിരുത്തലും അതുപോലെ തന്നെ ഗഗൻയാൻ പദ്ധതിയുടെ വിവിധ പരീക്ഷണങ്ങൾ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ആ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ വിലയിരുത്തും എന്നാണ് ലഭിക്കുന്ന സൂചന. തീർച്ചയായും ഗഗൻയാൻ പദ്ധതിയെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകളെ അല്ലെങ്കിൽ മനുഷ്യരെ അന്തരീക്ഷത്തിൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ, ബഹിരാകാശത്തിൽ എത്തിക്കാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കഴിവ് പ്രദർശിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി. ഏതാണ്ട് 2021 ഈ ഗഗൻയാൻ പദ്ധതി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത് വിവിധ കാരണങ്ങളാൽ അത് വൈകി. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനയനുസരിച്ച് 2025 ഈ ഗഗൻയാൻ പരീക്ഷണം നടക്കുക എന്ന കാര്യം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം, ഈ പേടകം ബഹിരാകാശത്ത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ മുകളിലുള്ള ഒരു ഭ്രമണപഥത്തിൽ 3 ദിവസം തങ്ങുക. അതിനുശേഷം ഈ 3 ബഹിരാകാശ യാത്രികരെയും സുരക്ഷിതമായി ഇവരെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുക. ഇതാണ് ഗഗൻയാൻ പദ്ധതി. രാജ്യത്തിൻ്റെ ബഹിരാകാശ മേഖലയ്ക്ക് ഏറ്റവും ഉണർവ് പകരുന്ന ഒരു പദ്ധതി കൂടിയാണ്. രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ പദ്ധതിയാണ്. ലോകം മുഴുവൻ ഇന്ത്യയുടെ ഈ ബഹിരാകാശ ദൗത്യത്തെ അല്ലെങ്കിൽ ആളുകളെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഈ ദൗത്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്നത് ആരൊക്കെയാണ് ഈ 3 ബഹിരാകാശ സഞ്ചാരികൾ എന്നതായിരുന്നു. 2019 തന്നെ ബഹിരാകാശ യാത്രികരെ നിശ്ചയിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ റഷ്യയിൽ പരിശീലനം പൂർത്തിയാക്കി രാജ്യത്ത് മടങ്ങിയെത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇവരുടെ പേരുകൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഈ ബഹിരാകാശ യാത്രികർ 3 പേരാണ് എന്നും 4 പേരാണ് എന്നും 2 അഭിപ്രായമുണ്ട്. എന്തായാലും ഈ സസ്പെൻസുകൾക്കൊക്കെ, ഈ രഹസ്യമായ വിവരങ്ങൾക്കൊക്കെ നാളെ ഇതിൻ്റെ രഹസ്യാത്മകത നഷ്ടപ്പെടുകയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി VSSCയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചുകൊണ്ട് ആരൊക്കെയാണ് ഗഗൻയാൻ പദ്ധതിയിലൂടെ ബഹിരാകാശത്ത് പോവുക എന്ന് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ബഹിരാകാശ യാത്രികരുടെ സംഘത്തിൽ ഒരു മലയാളിയുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട്. സ്ക്വാഡ്രൺ ലീഡർ റാങ്കിൽപ്പെട്ട ഒരു വ്യോമസേന ഉദ്യോഗസ്ഥനാണ് ഇതിലൊരാൾ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ തിരുവനന്തപുരം സന്ദർശനം ഈ കാര്യം കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാവുകയാണ്, നിർണായകമാവുകയാണ്. രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയുടെ ഇതുവരെയുള്ള പരീക്ഷണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തും. ഒപ്പം ആരൊക്കെയാണ് പോകുന്നത് എന്ന് രാജ്യത്തിൻ്റെ ജനങ്ങളോടായി നാളെ അതിൻ്റെ രഹസ്യാത്മകത കൈവെടിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഈ പേരുകൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. നാളെ രാവിലെ ഏതാണ്ട് 9:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിലാണ്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനം നടക്കും. ആ സമാപന സമ്മേളനം തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അവിടെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് മോഡിലായിരിക്കും. പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഔദ്യോഗികമായ തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതാനും ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന വിവരങ്ങളും ഒരുപക്ഷെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കാം. എന്തായാലും ഈ കേരളത്തിൻ്റെ ഭരണമുന്നണിയായ LDF മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോപണങ്ങളുടെ കൂമ്പാരത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഭരണത്തിനെതിരെ വളരെ ശക്തമായ പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഈ പ്രധാനമന്ത്രിയുടെ റാലിയിൽ പങ്കെടുക്കും. 1.5 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് BJP ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പടുകൂറ്റൻ വേദി ഇതിനായി തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കത്തിലാണ്. പ്രധാനമന്ത്രിയെ ആവേശോജ്വലമായി അനന്തപുരിയിലേക്ക് സ്വീകരിക്കാൻ BJP എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.